സ്വകാര്യ ആശുപത്രികൾ അടച്ചുപാടുന്ന ദില്ലി നഗരത്തിൽ സാധാരണക്കാർക്കായി ഒരു മലയാളി ഡോക്ടർ. ഖഡ്വാരിയ സരായിലെ ഒരു കൊച്ചുമുറിയിൽ ഇരുന്നാണ് നെയ്യാറ്റിൻകര സ്വദേശിയായ ഈ ഡോക്ടർ ചികിത്സ നൽകുന്നത്. രോഗം ബാധിച്ച് എത്തുന്നവർക്ക് നല്ല മരുന്ന് നൽകിയത് കൊണ്ട് മാത്രം ഒരാൾ നല്ല ഡോക്ടറാവില്ല. സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, ആകുലതകൾ കേൾക്കാനുള്ള സഹിഷ്ണുത, അസുഖം മാറുമെന്ന പ്രതീക്ഷ രോഗിയിൽ വളർത്തിയെടുക്കാനുള്ള കഴിവ്, അങ്ങനെ ഓരോ മനുഷ്യനെയും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റുന്ന വലിയ ഉത്തരവാദിത്വമാണ് ഒരു ഡോക്ടർക്കുള്ളത്. ആയിരക്കണക്കിന് രൂപ മുടക്കാതെ ഇന്ന് ഒരു ചെറിയ രോഗത്തിന് പോലും ചികിത്സ തേടാനാവില്ല. പ്രത്യേകിച്ച് ദില്ലി പോലുള്ള മെട്രോ നഗരത്തിൽ വൻകിട സ്വകാര്യ ആശുപത്രികൾ അടക്കി വാഴുന്ന നഗരമാണ് ദില്ലി. ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ചുരുങ്ങിയത് 1000 മുതൽ 2000 രൂപ വരെ നൽകണം. ഇടത്തരം ആശുപത്രികളിലാണെങ്കിൽ ഇത് 500 രൂപ മുതൽ 1000 രൂപ വരെ ആകും. 100,000 നിബന്ധനകളുമായി സർക്കാർ ആശുപത്രികളും രോഗികൾക്ക് മുമ്പിൽ വാതിലടയ്ക്കുന്നു. അവിടെയാണ് നിർധനരായ രോഗികൾക്ക് താങ്ങായി ഒരു മലയാളി ഡോക്ടറുടെ സാന്നിധ്യം ശ്രദ്ധേയമാകുന്നത്. ഡോക്ടർ സതീഷ് ചന്ദ്രൻ, തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി. ദില്ലി നഗരത്തിലെ മുനീർക്കയ്ക്ക് സമീപമുള്ള ഖഡ്വാരിയ സരായിലെ ഈ കൊച്ചുമുറിയിലിരുന്നാണ് സതീഷ് ചന്ദ്രൻ ചികിത്സ നൽകുന്നത്. ഡോക്ടറെ കാണാൻ പലപ്പോഴും രോഗികളുടെ വലിയ നിര തന്നെ ഉണ്ടാകും. ഓരോ രോഗിക്കും സമയമെടുത്ത് ഡോക്ടറോട് ആശങ്കകൾ പങ്കുവയ്ക്കാം. അതിനുവേണ്ടി ഒരു പരിഭവമില്ലാതെ ഡോക്ടർ സമയം മാറ്റിവെക്കും. കാത്തുനിൽക്കുന്നവരിൽ അടിയന്തര ചികിത്സ വേണ്ടവർക്ക് മുൻഗണന നൽകും. മുഖം നോക്കാതെ ഒരു രോഗിക്ക് വേണ്ട എല്ലാ പരിചരണവും ഈ മലയാളി ഡോക്ടർ ഉറപ്പുവരുത്തുന്നു. മലയാളികൾക്ക് മാത്രമല്ല, ഇന്ന് ദില്ലി നഗരത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും ആശ്വാസമാണ് ഡോക്ടർ സതീഷ് ചന്ദ്രന്റെ ഈ ക്ലിനിക്. He is doing a great service for our village in ഖഡ്വാരിയ Sarai. It is the hubs. All the students from different part of India, and not all India, but also from outside of India, and they get totally free treatment from here. Actually, firstly, last 5-10 years, he charged only 35 rupees, and give quality treatment. And now 100 rupees compared to metropolitan city, it's very less. നമുക്ക് മറ്റുള്ള ഹോസ്പിറ്റലിൽ 500,000 രൂപ വെച്ചൊരു കൺസൾട്ടിംഗ് ഫീസ് 600 രൂപ കുറഞ്ഞിട്ടില്ല ഇവിടെ ഡൽഹിയിലിവിടെ. ചെറിയ ഡോക്ടറാണ്, വലിയ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ നല്ല ചാർജാണ്. മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ദില്ലിയിലെ സഫ്ദർജംഗ് സർക്കാർ ആശുപത്രിയിലാണ് സേവനം തുടങ്ങിയത്. അവിടെ മെഡിക്കൽ ഓഫീസറായിരുന്നു. പിന്നീട് വിദേശ രാജ്യങ്ങളിലെ നിരവധി ആശുപത്രികളിൽ പ്രാക്ടീസ് ചെയ്തു. 1990കളുടെ അവസാനത്തിൽ ദില്ലിയിൽ തിരിച്ചെത്തിയപ്പോൾ വലിയ ആശുപത്രികളിൽ നിന്ന് ലക്ഷങ്ങളുടെ വാഗ്ദാനങ്ങളുമായി ക്ഷണങ്ങളുണ്ടായി. പണത്തിന്റെ ഭാരം നോക്കി ചികിത്സ നൽകുന്ന ആശുപത്രികളുടെ വലയിൽ സതീഷ് ചന്ദ്രൻ കുരുങ്ങിയില്ല. ചുരുങ്ങിയ പൈസയ്ക്ക് രോഗികൾക്ക് നല്ല ചികിത്സ നൽകാൻ എന്താണ് മാർഗമെന്നായിരുന്നു അന്നത്തെ ചിന്ത. അങ്ങനെയാണ് 2000-ൽ ഈ കൂറ്റൻ കെട്ടിടത്തിന് ചുവട്ടിലെ കൊച്ചുമുറിയിൽ ചികിത്സ തുടങ്ങിയത്. Basically, if you come to think of it, almost all disease patterns patients who have on there, and daily turnaround will be around 100-150 patients. Especially season time, especially dengue, epidemic ending on there, one patients are almost like 250. That number of patients who manage on there. It's not that they haven't come. Shadow epidemic time, normally we are talking at a time, especially summer heat. For summer heat, maximum patients are gastroenteritis, diarrhea-related cases, shadow, Pillarcom, Valiarcom, then upper respiratory tract infections like bronchitis cases, asthmatic case, severe asthma, then typhoid or what typhoid cases on that, then what jaundice cases. രാവിലെയും വൈകിട്ടും നിശ്ചിത സമയത്തേക്കാണ് ചികിത്സ. രോഗികൾ കൂടുതലുണ്ടെങ്കിൽ സമയപരിമിതി നോക്കാറില്ല. കേന്ദ്ര സർവീസിൽ ഉദ്യോഗസ്ഥനായിരുന്ന NRK പിള്ളയുടെയും രത്നമ്മയുടെയും മകനാണ് സതീഷ് ചന്ദ്രൻ. ജോലിയുടെ ഭാഗമായി ഈ നഗരത്തിലേക്ക് താമസം മാറ്റിയ ഈ കുടുംബം പിന്നെ ദില്ലിക്കാരായി. സതീഷ് ചന്ദ്രന്റെ ജനനവും പഠനവുമെല്ലാം ദില്ലിയിൽ തന്നെയായിരുന്നു. കൊടും ചൂടും കൊടും തണുപ്പുമായി പ്രതികൂല കാലാവസ്ഥയാണ് ദില്ലിയിൽ. അതിനൊപ്പം പലതരം രോഗങ്ങളും. ഈ ക്ലിനിക്കിലെ പരിമിതമായ സൗകര്യത്തിൽ
നൽകാൻ കഴിയുന്ന ചികിത്സ ഡോക്ടർ ഉറപ്പുവരുത്തും. കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യക്കുറവാണ് ഇവിടുത്തെ പ്രശ്നം. I don't have a support group. So ഇതിനെല്ലാം നമുക്ക് സപ്പോർട്ട് ഗ്രൂപ്പ് വേണം തീർച്ചയായും. എസ്പെഷ്യലി ഇപ്പോൾ ഈവൻ നൗ ആൾക്കാർ വരുന്നുണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ, ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്യാൻ, ഇൻഡോർ പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്യാൻ, ഒരു മോഡേൺ ടൈപ്പ് സെറ്റപ്പ് ഒന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് പിന്നെ കോൾസ് ഫോർ എ ലോട്ട് ഓഫ് വർക്ക്. പിന്നെ മോർ ഹാൻഡ്സ് യു നീഡ് സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഇല്ലെങ്കിൽ പറ്റില്ലേ. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയായ ഭാര്യയും 2 മക്കൾക്കുമൊപ്പം ദില്ലിയിലെ ആർക്കിപുരത്താണ് ഡോക്ടറുടെ താമസം. ക്ലിനിക് പ്രവർത്തിക്കാത്ത സമയങ്ങളിൽ ടെലിഫോണിലൂടെ ഡോക്ടർ ചികിത്സാ ഉപദേശങ്ങൾ നൽകും. അന്യദേശത്ത് തൊഴിലെടുക്കുന്ന ദില്ലി മലയാളികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഈ ഡോക്ടർ. ദില്ലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നും വരെ ഈ ഡോക്ടറെ കാണാൻ രോഗികൾ എത്തുന്നു. മരുന്നുകളേക്കാൾ വലുതാണ് ഒരു രോഗിക്ക് ഡോക്ടറിൽ നിന്ന് ലഭിക്കുന്ന മാനസിക പിന്തുണ.